അസ്സലാമു അലൈക്കും. ആദ്യമായി ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. മാജീസ് കിച്ചണിലാണ്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായി പണ്ട് നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയതാണ്. അത് കുറച്ചുകൂടെ മറ്റുള്ള സാധനം കൂടെ ചേർത്ത് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ കഴിക്കണം. കഴിച്ചിട്ട് എന്താണെന്ന് പറയണം. ആവശ്യമായ സാധനം: 1/2 കിലോ രസകളിപ്പഴം, 50 ഗ്രാം ചവ്വരി കാച്ചി കുറുക്കിയത്, ഏലക്കപ്പൊടി, പിന്നെ 1 പാക്കറ്റ് പാല്, കുറച്ച് ബദാം, ഒരു 150 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഴം ഉടയ്ക്കണം. പഴം ഉടയ്ക്കണം. നന്നായിട്ട് ഉടച്ച് ചേർക്കണം. പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയ ശേഷം ഇളക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഉടഞ്ഞ് അത് ടേസ്റ്റ് ആവാനാണ്. ഉടച്ച് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. എന്നിട്ട് കുറച്ച് പാലൊഴിക്കണം. കുറച്ച് പാലൊഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല വൃത്തി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ബാക്കി പഞ്ചസാര കൂടെ തട്ടണം. നിങ്ങൾ ആവശ്യത്തിന് മധുരം ചേർക്കണം. ബാക്കി പാലൂടെ അതിൻ്റെ കൂടെ ഒരുമിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഇളക്കി യോജിപ്പിച്ച് പിന്നെ ചവ്വരി ചേർക്കണം. 50 ഗ്രാം ചവ്വരി കാച്ചി കുറുക്കിയേക്കണം. ചവ്വരി വെറും പാലും പഴവും പണ്ടേ ഉള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചവ്വരിയുടെ കാച്ചി ചേർത്തതാണ്. ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാൻ. നന്നായിട്ട് ഇളക്കി ഒരുമിച്ചാക്കി. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. ഇപ്പോഴത്തെ ദുരിതങ്ങളും കണ്ടിട്ടില്ലേ, വയനാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും. അത് കാണുകയും കേൾക്കുകയും ചെയ്യാൻ തന്നെ ഹൃദയം പൊടിഞ്ഞു പോകണം. ഇവിടെ ജാതിയും ഇല്ല, മതവും ഇല്ല, ഒന്നുമേ ഇല്ല. എല്ലാവരും ഒന്നുപോലെ അവിടെ സഹകരിക്കുന്നു. പാല് ചേർത്തതിന് ശേഷം ബദാം ഇട്ട് ഏലക്കപ്പൊടി ഇട്ട് ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണേ. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെന്നെ അറിയിക്കണം. അസ്സലാമു അലൈക്കും.